ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ എന്നെ മലയാളം എൻ്റർടൈൻമെൻറ്റ്സ്. ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ എന്തിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നതെന്ന്. പക്ഷേ ആ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എനിക്ക് നിങ്ങളായിട്ടൊരു കാര്യം ഷെയർ ചെയ്യാനുണ്ട്. നമ്മുടെ ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ സ്കിപ്പ് ചെയ്യാണ്ട് കാണും. ഓക്കെ, ഈ വീഡിയോയ്ക്കുള്ളിൽ ഒരു 1000 രൂപ പ്രൈസ് നേടാനുള്ള ഒരു സംഭവം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ആ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് ആദ്യം തൊട്ട് അവസാനം വരെ കാണുക. ഈ വീഡിയോയ്ക്കുള്ളിലുണ്ട് ഒരു 1000 രൂപ നിങ്ങൾക്ക് ക്യാഷ് പ്രൈസ് നേടാനുള്ള വക. അപ്പോൾ ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ DJI OM4. ബെസ്റ്റ് പാക്കിംഗ് ആണ്. ഇപ്പോൾ അതിൻ്റെ അകത്ത് അവർ കൊടുത്തിരിക്കുന്ന അതിൽ DJI OM4 ഉണ്ട്. മാഗ്നറ്റിക് ഫോൺ ക്ലാമ്പ്, സ്റ്റോറേജ് പൗച്ച്, പിന്നെ പവർ കേബിള്, ഗ്രിപ്പ് ട്രൈപോഡ്, മാഗ്നറ്റിക് റിംഗ് ഹോൾഡർ, വേസ്റ്റ് സ്ട്രിപ്പ്, മാനുവൽ. എത്രയാണ് ഈ ബോക്സിനുള്ളിൽ അടങ്ങിയിരിക്കുന്നതാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ബോക്സിന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ബോക്സ് ഓപ്പൺ ചെയ്ത് നമുക്ക് നോക്കാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ക്രിയേറ്റീവ് മൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞ് നല്ല വൃത്തിയായിട്ട് നല്ല ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട്. പൗച്ച് തുറന്ന് വരുമ്പോൾ നമുക്ക് അതിൻ്റെ മുകളിൽ കേട്ടോ 1, 2, 3, 4 അങ്ങനെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ക്ലിപ്പുകൾ, കാര്യങ്ങൾ, നമ്മുടെ OM4 അതിൻ്റെ ബട്ടണുകൾ, മാനുവൽ രണ്ടിലും കണ്ടെടുക്കുന്നുണ്ട്. ക്ലിപ്പ് ചെയ്യണത് കാണിച്ചാൽ പിന്നെ ആപ്പ് സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നത് മീമോ ആപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്യണം. അത് നമുക്ക് ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്, പിന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിലും നമുക്ക് അവൈലബിൾ ആണ്. ഓക്കെ, ഇതൊക്കെയാണ് ഇതിൻ്റെ ഈ പുറത്ത് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ക്രിയേറ്റീവ് മൂവ്മെൻറ്റ്സ് എന്ന് എഴുതിയിരിക്കുന്ന പാക്ക് നമുക്ക് അവിടെ നിന്ന് എടുത്തൊന്ന് മാറ്റാം. വാവ്, ഇതാണ് നമ്മുടെ DJI OM4. നല്ല വൃത്തിയായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ കാണാനും നല്ല ഭംഗിയുണ്ട്. ഓക്കെ, തീരെ ചെറുതാണ്, നല്ല നീറ്റായിട്ടാണ് സംഭവം ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിത് ഓരോന്നിട്ടൊന്ന് എടുത്ത് നോക്കിയാലോ. ഓക്കെ, നമ്മുടെ ചെറിയ ട്രൈപോഡ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. DJI എന്നുള്ള ബ്രാൻഡിങ് കാര്യങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട്. സാധനം പക്കയായിട്ട് നല്ല സ്റ്റെബിലൈസിങ് കൂടി ഇരിക്കുന്നുണ്ട്. പിന്നെയുള്ള അതിൻ്റെ USB കേബിളാണ്, ഫാസ്റ്റ് ചാർജിങ് കേബിളാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അത്യാവശ്യം ലെങ്ത്തുള്ള കേബിൾ കേട്ടോ അതോ. പിന്നുള്ളത് ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് ക്ലിപ്പ്. അപ്പോൾ ഇതിൽ നമ്മുടെ ക്യാമറ കാര്യങ്ങളൊക്കെ ഏത് ഡയറക്ഷനിലാണ് വരുന്നതെന്നൊക്കെ ഇതിൻ്റെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. DJI എന്നുള്ള ബ്രാൻഡിങ്ങിൻ്റെ ഉള്ളിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്, പുറത്തും കൊടുത്തിട്ടുണ്ട്. DJI OM4 എന്നുള്ളത് പുറത്തുണ്ട് കണ്ടോ. ഇതിൽ നമുക്ക് ക്യാമറ ഏത് ഡയറക്ഷനിലും വേണം ഈ ക്ലിപ്പ് ചെയ്യുന്ന സമയത്ത് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട് കണ്ടോ. പിന്നെയുള്ളത് ഒരു പാഡാണ്. ഇത് നമുക്ക് മറ്റേ തിക്നെസ് കുറഞ്ഞ ഫോണുകൾക്ക് വെക്കാനുള്ള പാഡാണ്. ഇതിന് DJI എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് പറയാം. ഓക്കെ, പിന്നെ ഇതാണ് നമ്മുടെ ഫേവറേറ്റ് മോഡൽ, അതായത് നമ്മുടെ DJI OM4. പക്ക ലൈറ്റ് വെയിറ്റ് കേട്ടോ, പക്ക ലൈറ്റ് വെയിറ്റ്. ഓക്കെ, ഇനി നമുക്ക് ക്രിയേറ്റീവ് മൂവ്മെൻറ്റ്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുള്ളതെന്ന് നോക്കാം. ഇത് തുറന്നു കഴിഞ്ഞാൽ നോക്കിയത് ഇതാണ് നമ്മുടെ മൊബൈലിൽ എൻ്റെ ഡയമെൻഷൻസ് വെച്ചിട്ടുള്ളൊരു ഗ്ലാസ് കവറാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമുക്ക് മാഗ്നറ്റ് റിങ് അതിൽ സ്റ്റിക്ക് ചെയ്യിക്കേണ്ടത്. ഇതുണ്ടോ, ഇതാണ് മാഗ്നറ്റ് റിങ് വരുന്നത്. ഈ സ്റ്റിക്കർ പൊളിച്ചിട്ടാണ് നമ്മളതിൽ ചെയ്യേണ്ടത്. ഇതിൽ DJI OSMO, ഇതിൽ OSMO എന്ന് എഴുതിയിട്ടുണ്ട്. നമ്മുടെ ബ്രാൻഡിങ്ങിൻ്റെ ബാക്കിൻ്റെ പുറത്ത് OM4 എന്നാണ് എഴുതിയിരിക്കുന്നത്. ഒരു കൺഫ്യൂഷൻ വേണ്ട, സെയിം ബ്രാൻഡ് തന്നെ. ഇത് നമ്മുടെ മാനുവൽ കാര്യങ്ങളാട്ടോ. അത് പൊതുവേ നമ്മൾ ആരും വായിക്കാറുള്ളൊരു കേസാണല്ലോ. എടുക്കുക, തുറന്നു നോക്കാൻ, മാറ്റി വയ്ക്കുക. ഓക്കെ, ഇതിലെ ഒരു പൗച്ചുണ്ട്. അതിൻ്റെ ഉള്ളിൽ കുറച്ച് സ്റ്റിക്കറുകൾ കാര്യങ്ങളാണെന്ന് തോന്നുന്നുണ്ട്. നമുക്ക് എടുത്ത് നോക്കാം. അതെ 3M എന്ന് എഴുതിയുള്ള സ്റ്റിക്കറുകളുണ്ട്. അതുപോലെ തന്നെ ബ്ലാക്ക് സ്റ്റിക്കർ നമ്മളിപ്പോൾ മാഗ്നറ്റ് റിങ്ങിൻ്റെ ഉള്ളിൽ കണ്ടുകൊണ്ട് ഇത് വെറ്റ് ആൻഡ് ഡ്രൈ ആൻഡ് വെറ്റ് പൗച്ചുണ്ട്. ഓക്കെ, ഇതാണ് സ്റ്റിക്കർ ബാക്ക്, നമ്മുടെ മാഗ്നറ്റിൻ്റെ ബാക്കിംഗ് ഉണ്ട്. ഇത് 3M സ്റ്റിക്കർ, നമ്മുടെ ഫോണിൽ ഒട്ടിക്കാനുള്ളതാവും. നമുക്ക് അതിനെ കുറിച്ച് തുടർന്ന് നോക്കി നോക്കാം. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയുള്ളത് നമുക്ക് നോക്കി നോക്കാം. ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ഇത് ഓസ്മോയുടെ അടിപൊളി ഒരു പൗച്ചാണ് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള നല്ല അടിപൊളി പൗച്ച്, ക്യാരി ചെയ്ത് കൊണ്ടുനടക്കാനുള്ള. നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ പറഞ്ഞില്ലേ DJI നമ്മൾ OM4 നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇട്ടിട്ട് പോക്കറ്റിലോ വല്ലതൊക്കെ കൊണ്ടുനടക്കാൻ സൗകര്യമാണ്, ഹാൻഡിൽ ചെയ്ത് കൊണ്ടുനടക്കാൻ. ഇത് വേസ്റ്റ് സ്ട്രിപ്പ് നമ്മുടെ കയ്യിലൊക്കെ ഇടാൻ, അതിൻ്റെ ടാപ്പ് ചെയ്ത ശേഷം നമുക്ക് കയ്യിൽ തൂക്കിയിട്ട് നടക്കാനോ സേഫ്റ്റിക്ക് കയ്യിൽ നിന്ന് പെട്ടെന്ന് പോകാണ്ടിരിക്കാനായിട്ട് ഉപയോഗിക്കാൻ ബെസ്റ്റ് സ്ട്രിപ്പാണ്.
അപ്പോൾ ഇത്രയധികം സാധനങ്ങളാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കിട്ടിയിരിക്കുന്നത്, കണ്ടോ. ഇനി നമുക്കിത് ഇതിലാണ് നമ്മൾ ട്രൈപോഡ് ടൈറ്റ് ചെയ്യേണ്ടത്. സിമ്പിളാണ് കേട്ടോ. ഓക്കെ, ഇതേ ട്രൈപോഡ് നമ്മൾ ടൈറ്റ് ചെയ്ത് മീഡിയം ടൈറ്റ്. ഓക്കെ, ഇതേ അതൊന്ന് വൈഡാക്കി വെച്ച് കഴിഞ്ഞാൽ പക്ക സീറ്റിംഗ് ആയിട്ട് നല്ല ക്ലിയർ ആയിട്ട് ഇരിക്കേണ്ട അവിടെ, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഒക്കെ ഉണ്ടോ, നമുക്ക് എവിടെയെങ്കിലും വെച്ച് ട്രാക്കിംഗ് മോഡിലൊക്കെ ഇട്ടിട്ട് എടുക്കണമെങ്കിൽ ഇങ്ങനെ വെച്ചിട്ട് കഴിഞ്ഞാൽ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പക്കയായിരിക്കും. ഇത് കേട്ടോ, ഇത് നമ്മുടെ ഒരു ഫോണാണ്, റിയൽമി XT ആണ് ഫോൺ കേട്ടോ എൻ്റെ കയ്യിലിരിക്കുന്നത്. ഞാൻ വീഡിയോ എടുക്കാനും ഉപയോഗിക്കുന്നത്. പിന്നെ എൻ്റെ കയ്യിൽ Canon 200D ഉണ്ട്, അതും എടുക്കുന്നുണ്ട്. ഇപ്പോൾ അതേ ഞാൻ ക്ലിപ്പ് ചെയ്തപ്പോൾ കണ്ടോ, ഇതിലാണ് ഇത് മാഗ്നറ്റ് ക്ലിപ്പ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിൽ ക്യാമറയുടെ ഡയറക്ഷൻ കാണിച്ചിട്ട് മുകളിൽ കൊടുത്തിരിക്കുന്നുണ്ട് ഏതാ വേണ്ടതെന്ന്, എങ്ങോട്ടാണ് ക്യാമറ വരേണ്ടതെന്നൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. മാഗ്നറ്റ് ക്ലിപ്പ് പക്ക സ്ട്രോങ് ആണ്. ജസ്റ്റ് ക്ലിപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് വെച്ച് കൊടുത്താൽ സഡൻ ചാടി പിടിക്കുന്ന അല്ലെങ്കിൽ പിടിക്കും. പക്ഷേ ആ ക്ലിപ്പ് കാണുന്നതല്ല, നല്ല സ്ട്രോങ് ക്ലിപ്പാട്ടോ. അങ്ങനെ ഇങ്ങനെ നമ്മുടെ ഫോണൊന്നും അതിൽ നിന്ന് പോകുമെന്ന് വിചാരിക്കേണ്ട. ജസ്റ്റ് നമുക്കൊന്ന് ഓണാക്കി നോക്കാം. മിഷൻ ഒന്ന് ഓണാക്കി, ഓസ്മോ ഓണായിട്ടുണ്ട്. പിന്നെ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് ഹൊറിസോണ്ടൽ വെർട്ടിക്കലിലേക്ക് മാറും. ഓക്കെ, ഇനി ഇതിൽ പ്രോപ്പർ വർക്കിംഗ് ഒക്കെ കാര്യങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ മീമോ ആപ്പ് കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യണം. അത് നമുക്ക് പ്ലേ സ്റ്റോർ പോയാൽ കിട്ടും, അതുപോലെ ആപ്പ് സ്റ്റോറിൽ പോയാലും കിട്ടും. അതൊക്കെ നമുക്ക് പിന്നെ ഡൗൺലോഡ് ചെയ്ത് നോക്കാം. എല്ലാം കൂടി ഒരൊറ്റ വീഡിയോയിൽ കൊള്ളിക്കാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കേസല്ല. പിന്നെ ഇത് നമ്മുടെ മൊബൈൽ സാധാരണ വാങ്ങുമ്പോൾ കിട്ടുന്ന പൗച്ചാട്ടോ. ഇതും ഇട്ടിട്ട് ക്ലിപ്പ് ഇടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സൈസ് ആയിരിക്കും. പക്ഷേ മൊബൈലിന് അത്ര സേഫ്റ്റി തോന്നുന്നില്ല, ക്ലിപ്പിങ് അത്ര കണ്ട് നല്ലതല്ല. അപ്പോൾ അതുപോലെ തന്നെ സിലിക്കോൺ കേസ് കാര്യങ്ങൾ ഉപയോഗിക്കുന്നവരുണ്ടെങ്കിലും ക്ലിപ്പ് ചെയ്യുമ്പോൾ റിസ്ക് ആണത്. കാരണം ക്ലിപ്പ് അതിൽ നിന്ന് സ്ലിപ്പായി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, പിന്നെ ഈ ക്ലിപ്പ് ഇപ്പോൾ ഇതിൽ കണ്ടോ, നമ്മളൊരു പാഡ് ആദ്യം കണ്ടിരുന്നല്ലോ, ഈ പാഡ്. ഇതെന്തിനാന്ന് വെച്ചാൽ ഈ ഐഫോൺ കാര്യങ്ങളൊക്കെ തിക്നെസ് കുറവായിരിക്കും. അപ്പോൾ എന്താ വെച്ചാൽ ഈ ക്ലിപ്പ് ചെയ്താൽ ഇതിൻ്റെ ബാക്കിലൊരു ഗ്യാപ്പ് ഉണ്ടാവും. ഈ ഗ്യാപ്പ് നമുക്ക് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടോ, ഇപ്പോൾ ഏതൊക്കെ ഫോണുകളൊക്കെ ഉപയോഗിക്കണമെന്നുള്ളത് അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്, ഈ പാഡിൽ എഴുതിയിട്ടുണ്ട്. ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് ആ സ്റ്റിക്കർ കളഞ്ഞിട്ട് ഇതുപോലെ ഒട്ടിച്ച് കഴിഞ്ഞാൽ ആ ഫോണിൻ്റെ തിക്നെസ് കുറവുള്ള ഫോണുകളിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് ക്ലിപ്പ് നല്ല പക്കയായിട്ടിരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ഫോണിൻ്റെ ബാക്കിൽ മാഗ്നറ്റ് റിങ് ഒട്ടിക്കണം എങ്ങനെയാണ്. ഇപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഈ റിങ്ങാണ് നമ്മൾ ഒട്ടിക്കേണ്ടത്. അപ്പോൾ അത് ഫോണിൻ്റെ സെൻറ്ററിലായിട്ട് ഇങ്ങനെയാണ് ഒട്ടിക്കുക. ഓക്കെ, അത് ഒട്ടിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ആദ്യം ഫോൺ നന്നായിട്ട് തുടയ്ക്കണം. ഇതിപ്പോൾ കണ്ടോ, വെറ്റും ഉണ്ട് ഡ്രൈയും ഉണ്ട്. അതിൽ ആദ്യം വെറ്റായിട്ടുള്ളത് കൊണ്ട് തുടയ്ക്കുക, പിന്നെ അതുകൊണ്ട് ഡ്രൈ ആയിട്ടുള്ള പൗച്ച് കൊണ്ട് നന്നായിട്ട് തുടച്ച് വൃത്തിയാക്കുക. അതിനുശേഷം ഈ സ്റ്റിക്ക് ഉണ്ട്, ഈ ഗ്ലാസ് കവർ, നമുക്ക് പല ഫോണുകൾക്കുള്ള അളവുകൾ അതിൻ്റെ അതുണ്ട്. ഈ അളവ് കാര്യങ്ങളെല്ലാം നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ ഇപ്പോൾ ഏതാണ് ഫോൺ അത് അതിൻ്റെ ഡയമെൻഷന് കറക്റ്റാക്കി വെക്കുക. അപ്പോൾ നമ്മുടെ ഫോണിൻ്റെ സെൻറ്റർ കറക്റ്റ് ആവും. അത് ഏകദേശം നമ്മൾ നോട്ട് ചെയ്തിട്ട് നമ്മുടെ 3M സ്റ്റിക്കർ ഉണ്ടാവും. ഇപ്പോൾ 2 ഉണ്ട്, സ്പെയർ ഉണ്ട്. നമുക്ക് ഈ 3M സ്റ്റിക്കർ ഓർമ്മ എടുക്കുക, അതിൽ ഒട്ടിക്കുക ആദ്യം. അത് പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കറക്റ്റ് റിങ് ഒക്കെ ഒട്ടിക്കുക. ഒട്ടിച്ചതിന് ശേഷം നമ്മളത് വീണ്ടും അവിടെ വെക്കുക, എന്നിട്ട് കറക്റ്റ് സെൻറ്റർ ചെയ്യാൻ വേണ്ടും. അതിന് ശേഷം നമ്മുടെ മാഗ്നറ്റ് റിങ്ങിൻ്റെ അടിയിലുള്ള ബ്ലാക്ക് അതും കുറച്ച് കഴിഞ്ഞാൽ സ്റ്റിക്കിംഗ് ആണ് അടിയിൽ. അപ്പോൾ അത് കറക്റ്റ് ആ റിങ്ങിൻ്റെ ഉള്ളിൽ വെച്ചതിന് ശേഷം റിങ് മുകളിലേക്ക്, അതായത് നമ്മൾ ഫോൺ പിടിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ കോർക്കാവുന്ന രീതിയിൽ കറക്റ്റാക്കി ഒട്ടിക്കുക. അതായത് ഇപ്പോൾ ഈ ഒരു സ്റ്റിക്കർ പറഞ്ഞ് നമ്മൾ ഒരു പ്രാവശ്യം പൊളിച്ച് കഴിഞ്ഞാൽ പിന്നെ അഡീഷണൽ വേറെ സ്റ്റിക്കർ ഉണ്ട് ഒട്ടിക്കാനുള്ള. അതായത് മാറ്റി വെച്ച് അത് ഒട്ടിക്കാൻ നമുക്ക്. ഇപ്പോൾ ഈ റിങ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അത് ഒട്ടിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ, ഇങ്ങനെ വെച്ചാണ് ഒട്ടിക്കേണ്ടത്. ഇത് വിരൽ കയ്യിലിടാവുന്ന രീതിയിൽ ഈ സാധനം ഈ റിങ് ഒട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ പൗച്ച് കാര്യങ്ങളൊന്നും ഇടാൻ പറ്റില്ല കേട്ടോ. കാരണം അത് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും, അതിങ്ങനെ ബൾജ് ചെയ്ത് നിൽക്കും ആ ഭാഗം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇതിപ്പോൾ അത്യാവശ്യം നല്ല ലെങ്ത് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടർന്ന് ഇതിൻ്റെ മിമാപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതും മറ്റ് വീഡിയോയുടെ ബാക്കി ട്രാക്കിംഗ് മോഡുകളെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട്, കാരണം ഇതിലെല്ലാം ഓടിച്ചിട്ടുകൊണ്ട് നമുക്ക് ഇതിലൊന്നും മനസ്സിലാവാൻ പോകുന്നില്ല. ട്രാക്ക് ചെയ്യുന്ന കാര്യങ്ങളും ട്രാക്കിംഗ് മോഡുകളും മറ്റുള്ള മോഡുകളെ കുറിച്ചുള്ള വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ അധികം വൈകാണ്ട് തന്നെ ഇടുന്നതാണ്. പിന്നെ നമ്മൾ പറഞ്ഞു നിർത്തിയൊരു കാര്യം ഉണ്ടായിരുന്നല്ലോ, 1000 രൂപ നമുക്ക് നേടാം ഈ വീഡിയോയിലൂടെ. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അത് വേറൊന്നുമല്ല, നമ്മുടെ ചാനലിൻ്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, NA മലയാളം എൻ്റർടൈൻമെൻറ്റ്സ് എന്നാണ്. അപ്പോൾ എനിക്ക് ഈ പേരൊന്ന് ചേഞ്ച് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്, കാരണം ഇതൊക്കെ ഒത്തിരി ലെങ്ത് ആയതുകൊണ്ടാട്ടോ. അപ്പോൾ നമ്മുടെ ചാനലിനെ കുറിച്ച് ചാനൽ സ്ഥിരം കാണുന്നവരാണെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും. നമ്മുടെ ചാനലിൽ പൂരങ്ങളെ കുറിച്ച് ഇടാറുണ്ട്, അൺബോക്സിങ്ങൾ ഇടാറുണ്ട്, ട്രാവലുകൾ ഇടാറുണ്ട്, എന്താ പറയുക, അത്യാവശ്യം മൾട്ടിയായിട്ട് ഒരുവിധം എല്ലാ കാര്യങ്ങളും, ആനകളെ കുറിച്ച് ഇടാറുണ്ട്. അങ്ങനെ ഒരുവിധം എല്ലാ ടൈപ്പ് വീഡിയോസും നമ്മുടെ ചാനലുണ്ട്. അതായത് ഇന്നൊരു സബ്ജക്റ്റ് എന്നില്ല, എല്ലാത്തിനെക്കുറിച്ചും വീഡിയോസ് നമ്മൾ നമ്മുടെ ചാനലിൽ ഇടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ ഇണങ്ങുന്ന ഒരു പേര്, ഇപ്പോൾ നമ്മുടെ NA മലയാളം എൻ്റർടൈൻമെൻറ്റ്സ് എന്ന് വെച്ചാൽ ലെങ്ത് ആണ്. അപ്പോൾ ഷോർട്ടായിട്ട് ഇങ്ങനെ മൾട്ടി ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്ന ഒരു ചാനലിന് ഇണങ്ങുന്ന ഒരു പേര്
നിങ്ങളൊന്ന് സജസ്റ്റ് ചെയ്ത് തരണം. അപ്പോൾ അതിൽ ഏറ്റവും നല്ല പേര് ആരാണോ സജസ്റ്റ് ചെയ്ത് തരുന്നത് അവർക്ക് 1000 രൂപ ക്യാഷ് പ്രൈസായിട്ട് തരുന്നതായിരിക്കും. ഓക്കെ, ചിലപ്പോൾ ക്യാഷ് പ്രൈസിൻ്റെ ഇത് കൂടാനും ചാൻസ് ഉണ്ട്. 1000 എന്നുള്ളത് ചിലപ്പോൾ 1500 2000 ഒക്കെ ആവാനും ചാൻസ് ഉണ്ട്. എന്തായാലും നിങ്ങൾക്ക് 1000 രൂപ എന്തായാലും മസ്റ്റായിട്ട് കിട്ടിയിരിക്കും. അതിന് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ വേറെ കാര്യം ശ്രദ്ധിക്കേണ്ട, ഒരാളിട്ട പേര് മറ്റാൾ ഇടാണ്ട് ശ്രദ്ധിക്കേണ്ടോ നിങ്ങളെപ്പോഴും. അത് നിങ്ങൾ ഒരാളുടെ പേര് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഇട്ടിട്ടുണ്ടോ എന്ന്, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പേര് മറ്റാരെങ്കിലും ഇട്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്യണം. നമ്മുടെ കമൻസ് ലിസ്റ്റിൽ നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങളുടെ കമൻസിൽ വരിക, നമ്മുടെ സബ്സ്ക്രൈബർ ആയിരിക്കണം കേട്ടോ, എന്നാലാണ് നിങ്ങൾക്ക് ഈ പ്രൈസ് കിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വരിക. നിങ്ങൾക്ക് നല്ല പേരെന്ന് സൂട്ടായി തോന്നുന്നു, നിങ്ങൾക്ക് 1-2 പേരുകൾ സജസ്റ്റ് ചെയ്യാം ഒരാൾക്ക് കേട്ടോ. ഒരാൾക്ക് ഒരു പേര് സജസ്റ്റ് ചെയ്യാനൊന്നുമില്ല, എത്ര പേര് വേണമെങ്കിലും സജസ്റ്റ് ചെയ്യാം. അതിൽ ഏതാണോ നല്ല പേരായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കണേ ആ പേര്, അപ്പോൾ ആൾ നമ്മൾ കമൻറ്റ് ചെയ്യുന്നതിനൊപ്പം ഒന്നിൽ നിങ്ങൾ മൊബൈൽ നമ്പർ ആഡ് ചെയ്യുക, അതിൻ്റെ ഒപ്പം കമൻറ്റ് ചെയ്യുക. ഇനി മൊബൈൽ നമ്പർ ആഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ Gmail ID അതിലൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് പേര് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്ക് മെയിൽ അയക്കുകയോ മൊബൈൽ നമ്പർ ഉണ്ടെങ്കിൽ അപ്പോൾ എനിക്ക് ആ മൊബൈൽ നമ്പർ വഴി കോൺടാക്ട് ചെയ്യുകയോ ചെയ്യാൻ പറ്റുമല്ലോ. ഇപ്പോൾ ആൾക്ക് ഫോൺ പേ ആണോ ഗൂഗിൾ പേ വഴിയാണോ ക്യാഷ് അയച്ചു കൊടുക്കുന്നത് വെച്ചാൽ ഞങ്ങൾ അങ്ങനെ അയച്ചു കൊടുക്കും. നേരിട്ട് കണ്ടിട്ട് കൊടുക്കാൻ പറ്റുന്ന ആളാണെങ്കിൽ നേരിട്ട് കണ്ട് തന്നെ കൊടുക്കും. ഓക്കെ, ഇപ്പം അങ്ങനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും കാര്യം ചെയ്യുക, എത്രയും പെട്ടെന്ന് വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റുള്ളവർക്ക് ഇത് ഏൺ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഏൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ബൈ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അടുത്ത് കാണാം.